വിൻസ്റ്റൺ ചർച്ചിൽ, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, നെൽസൺ മണ്ടേല, ബരാക് ഒബാമ. എന്താണ് ഇവർ തമ്മിലുള്ള ഒരു സാമ്യം? എല്ലാവരും വേൾഡ് ലീഡേഴ്സ് ആയിരുന്നു, ഗ്രേറ്റ് വേൾഡ് ലീഡേഴ്സ് ആയിരുന്നു. പക്ഷേ അതല്ലാതെ ഇവരെല്ലാവരും ഗ്രേറ്റ് ഒറേറ്റേഴ്സ് കൂടിയായിരുന്നു, നല്ല പ്രാസംഗികർ കൂടിയായിരുന്നു. ശരിയല്ല ഞാൻ പറയുന്നത്? ലീഡർഷിപ്പും പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? വാട്ട് ഈസ് എ കണക്ട്? ഒരു ലീഡർ ആവാൻ നല്ലൊരു പ്രാസംഗികനാവണം എന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധം ഇല്ലായിരിക്കാം. നല്ല പബ്ലിക് സ്പീക്കേഴ്സ് അല്ലാത്ത ആൾക്കാരും ലീഡേഴ്സായിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാവുന്ന, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല ലീഡേഴ്സ്, ഏറ്റവും വലിയ ലീഡേഴ്സ് എല്ലാവരും, അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം ആൾക്കാരും നല്ല പബ്ലിക് സ്പീക്കേഴ്സ് കൂടെ ആയിരുന്നിരിക്കും. വേർഡ്സ് ക്യാൻ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. ഈ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് പറയുന്നത് അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. ശരിയല്ല? എത്ര പേർക്ക് ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 4 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ഒരു സഭാകമ്പോ അല്ലെങ്കിൽ സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ളവരുണ്ട്? എനിക്കുണ്ട്. ഇൻഫാക്റ്റ് ഒരു ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് എവറി സെക്കൻഡ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് സഫേഴ്സ് ഫ്രം സ്റ്റേജ് ഫ്രൈറ്റ്. അതായത് ലോകത്തെ പോപ്പുലേഷൻ്റെ ഒരു 50% ആൾക്കാർക്കും ഈ പബ്ലിക് സ്പീക്കിംഗ് എന്നത് ഒരു പേടിയുള്ള കാര്യം തന്നെയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഇതിനൊരു റാങ്കിങ് കൊടുത്തപ്പം ഓൾ ദ ബേസിക് ഫിയേഴ്സ് ഇൻ ദ വേൾഡ് വെയർ റാങ്ക്ഡ്. അപ്പോൾ ഐഡിയലി, ലോജിക്കലി, കോമൺ സെൻസിക്കലി നമ്മൾ എന്താണ് വിചാരിക്കുക? മരണത്തിൻ്റെ ഭയമായിരിക്കും ആദ്യം എന്നാണ്. ബിക്കോസ് നോബഡി വാണ്ട്സ് ടു ഡൈ. നമുക്ക് എല്ലാവർക്കും മരണത്തിൻ്റെ ഭയമാണ്, അല്ലേ? ബട്ട് സർപ്രൈസിംഗ്ലി ദാറ്റ് വാസ് റാങ്ക് നമ്പർ 3. 3ാം റാങ്കാണ് മരണത്തിൻ്റെ ഭയത്തിന് വന്നത്. ആദ്യത്തെ റാങ്ക് എന്താണെന്നറിയോ? ഇൻട്രസ്റ്റിംഗ്ലി, ദ ഫിയർ ഓഫ് സ്പീക്കിംഗ് ഇൻ പബ്ലിക് വാസ് റാങ്ക് നമ്പർ 1. It is said that a human brain starts functioning at the time of birth and stops functioning when you are on stage to deliver a speech. അതായത് നമ്മുടെ തലച്ചോറ് നമ്മൾ ജനിക്കുമ്പോൾ അത് പ്രവർത്തനം ആരംഭിക്കുന്നു. പക്ഷേ ഒരു സ്റ്റേജിൽ നമ്മൾ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യാൻ പോയി നിൽക്കുമ്പം അത് നിലയ്ക്കുന്നു എന്ന് പറയും. അത് നമ്മളുടെ ചുണ്ടുകളും നമ്മളുടെ വായും നമ്മളുടെ നാക്കുമെല്ലാം ഡ്രൈ ആവുന്നു. അതുപോലെ ചില ആൾക്കാർക്ക് വിറയലുണ്ടാകുന്നു, കണ്ണിൽ ഇരുട്ട് കയറുന്നു, പഠിച്ചതും പ്രിപ്പയർ ചെയ്തൊക്കെ മറന്നു പോകുന്നു. ബട്ട് വൈ ഈസ് പബ്ലിക് സ്പീക്കിംഗ് ഇമ്പോർട്ടൻറ്റ്? നിങ്ങളുടെ ജോലിയിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അത് ഡയറക്റ്റ് റെലവൻസ് ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ യു മേ നോട്ട് ബി ഡൂയിങ് പബ്ലിക് സ്പീക്കിംഗ് അറ്റ് ഓൾ. പക്ഷേ നിങ്ങൾക്ക് ഈ പബ്ലിക് സ്പീക്കിംഗ് എന്നൊരു ആർട്ട് ഫോം മാസ്റ്റർ ചെയ്താൽ it will take you places, because it will have a rub-off effect on your personality. നമ്മളുടെ വ്യക്തിത്വം, ആ പേഴ്സണാലിറ്റിയെ എൻഹാൻസ് ചെയ്യാൻ അത് പല രീതിയിൽ സഹായിക്കും. നമ്മളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ബെറ്റർ ആവും, നമ്മുടെ മൈൻഡ് മാപ്പിംഗ് സ്കിൽസ് ബെറ്റർ ആവും. ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് അവർ ലീഡർഷിപ്പ് സ്കിൽസ് സിഗ്നിഫിക്കൻ്റ്ലി. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്ക് ബെറ്റർ ആവും. നമുക്ക് കുറച്ചുകൂടെ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആവും. ഇപ്പോൾ ഞാൻ വളരെ ലേറ്റായിട്ട് സംസാരിക്കാൻ, കുട്ടിക്കാലത്ത് വളരെ ലേറ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ചെയ്തത്, ഷി പുഷ് മീ ഓൺ ടു ദ പബ്ലിക് സ്പീക്കിംഗ് സ്റ്റേജ്. സ്ലോലി ഐ ന്യൂ ദാറ്റ് മൈ കോൺഫിഡൻസ് വാസ് കമ്മിങ് ബാക്ക്. ഇൻ ദ സെൻസ് ഐ കുഡ് ഇൻസ്റ്റാൾ ദ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്. ഇത് ഒരു 4 പേരുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കാൻ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വളരെ വളരെ വലുതാണ്. എങ്ങനെ ഇത് ബിൽഡ് ചെയ്യാം? എല്ലാവർക്കും ആഗ്രഹമുണ്ട് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യണമെന്ന്, അല്ലേ? നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് ഫെയിലായിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് അത് റീസ്റ്റാർട്ട് ചെയ്യാം? ഐ വുഡ് സജസ്റ്റ് യു സ്റ്റാർട്ട് സ്മോൾ. നമുക്ക് ബേബി സ്റ്റെപ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു 500 പേരുടെ മുമ്പിൽ പോയി പ്രസൻറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അത് നമുക്ക് വീണ്ടും ഒരു ഡിസാസ്റ്റേഴ്സ് എക്സ്പീരിയൻസ് തന്നിരിക്കും. അതുകൊണ്ട് സ്റ്റാർട്ട് സ്മോൾ. ചെറിയൊരു ഗ്രൂപ്പ്, 3, 4, 5 പേരുടെ ഗ്രൂപ്പ്. അത് ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആവാം, നമ്മളുടെ വെൽവിഷേഴ്സ് ആരായാലും. ചെറിയൊരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളൊരു കാര്യം നിങ്ങൾ ചെറിയൊരു ഡ്യൂറേഷന് നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രസൻറ്റ് ചെയ്ത് നല്ലൊരു ഐഡിയ ആണ്. സ്റ്റാർട്ട് സ്മോൾ ആൻഡ് സ്ലോലി ബിൽഡ് ഇറ്റ്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗെയിം ചേഞ്ചർ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇത് വേർഡ്സ് എന്ന് പറയുന്നത് ആർ ബ്രാൻഡ് ബിൽഡേഴ്സ് ഫോർ ഹ്യൂമൻ ബീയിങ്സ്. ഷർട്ടോ അല്ലെങ്കിൽ കാറോ അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ഷൂസ് മാത്രമല്ല ബ്രാൻഡ്സ്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സും ബ്രാൻഡ്സാണ്. ബിക്കോസ് ദ ബെസ്റ്റ് വേ ടു ബിൽഡ് അവർ ബ്രാൻഡ് ഈസ് ത്രൂ വേർഡ്സ്. ബിക്കോസ് വെൻ യു ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് സ്പീക്ക്, യു ആർ ലെറ്റിംഗ് ദ വേൾഡ് നോ ഹൂ യു ആർ. നമ്മുടെ വാ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നമ്മൾ എന്താണെന്ന് ലോകത്തെ അറിയിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് സ്മോൾ ആൻഡ് ലെറ്റ്സ് പ്രോഗ്രസ്.
മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കുകയും ചെയ്യാം. He said, if you cannot fly, then run. If you cannot run, then walk. If you cannot walk, then crawl. But whatever you do, ensure that you keep moving forward. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയില്ലെങ്കിൽ എഴയുക. എന്തു തന്നെ ചെയ്താലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.